ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പ്രൊഫൈൽ ആക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇപ്പം ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/9/2024 സെപ്റ്റംബർ 4 നമുക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇപ്പൊ പ്രൊഫൈല് ആക്റ്റീവ് ആണ്. ഓക്കെ, ആദ്യമുള്ള നമുക്ക് കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ്, അതായത് കേര ഫെഡില് അസിസ്റ്റന്റ് മാനേജർ സിവിൽ ആണ്. നമുക്ക് ഒരു വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 40,500 to 85,000 ആണ്. നമുക്ക് ബിടെക് സിവിൽ കൂടാണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ യോഗ്യതയ്ക്കൊപ്പം തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധ്യത. അല്ലാതെ എക്സ്പീരിയൻസ് ഇല്ലാതെ ഈ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി രണ്ടാമത്തെ കാറ്റഗറി നമ്പർ 238/2024 ആണ്. ഇതെന്ന് പറയുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ആണ്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഓവർസീ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 PWD ഇറിഗേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ ഹാർബറും വരും. ഇത് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ആണ്. ഇത് നമുക്ക് 2 വേക്കൻസിക്കാണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ 31,100 to 66,800 ആണ്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ നമുക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. ബിക്കോസ് നമുക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ആയതുകൊണ്ട് തന്നെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഡിഗ്രി ഓഫ് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ആണെങ്കിൽ കൂടി നമുക്ക് ഡിഗ്രി ഓഫ് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് ക്വാളിഫിക്കേഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായത് കൊണ്ട് തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഓർ പറഞ്ഞിട്ടുണ്ട് പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആൻഡ് ITA സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഓർ മെക്കാനിക്കൽ. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, SSLC പാസിന് കൂടാണ്ട് നമുക്ക് ITA സർട്ടിഫിക്കറ്റ് ഡ്രാഫ്റ്റ്സ്മാൻ ട്രേഡ് സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കലിൽ വേണം. സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ITA ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ കഴിഞ്ഞവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക. ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് മാത്രമേ പറ്റുള്ളൂ. ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാർക്ക് പറ്റത്തില്ല. പക്ഷെ ITA ഇൻ ഡ്രാഫ്റ്റ്സ്മാൻ ട്രേഡ് സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ കറസ്പോണ്ടിങ് യോഗ്യതയുള്ള ആൾക്കാർ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 4 മുന്നേ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 240/2024 ആണ്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. അതിൽ സൈറ്റ് എഞ്ചിനീയർ ഗ്രേഡ് 2 ആണ്. നമുക്ക് സ്കെയിൽ ഓഫ് പേ പറഞ്ഞിരിക്കുന്നത് 26,500 to 56,700 ആണ്. ഒരു വേക്കൻസി ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതും നമുക്ക് സൈറ്റ് എഞ്ചിനീയർ ആണ്, അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. നോക്കാം, നമുക്ക് എക്സ്പീരിയൻസ് ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ സൈറ്റ് എഞ്ചിനീയർ ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡില് നമുക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഡിപ്ലോമ കൂടാണ്ട് 3 year എക്സ്പീരിയൻസ് ഇൻ സിവിൽ കൺസ്ട്രക്ഷൻ വർക്ക് ഇൻ എ ഗവൺമെന്റ് ഓർ ക്വാസി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ 3 വർഷത്തെ എക്സ്പീരിയൻസ് സിവിൽ കൺസ്ട്രക്ഷൻ ഗവൺമെന്റ് ഫീൽഡിൽ അല്ലെങ്കിൽ ക്വാസി ഗവൺമെന്റ്, അതായത് പകുതി ഗവൺമെന്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലോ 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഡിപ്ലോമ കഴിഞ്ഞ ആൾക്കാർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിപ്ലോമക്കാർക്ക് മാത്രമാണോ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക? അല്ല, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് പറ്റും. അതായത് ഡിപ്ലോമ കഴിഞ്ഞ് 3 വർഷത്തെ എക്സ്പീരിയൻസ്. ഇനി നമുക്ക് അടുത്ത ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ ഓഫ് കോഴ്സ് ബിടെക് കഴിഞ്ഞവർക്കും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ 3 നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് കറന്റ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇതിൽ എക്സ്പീരിയൻസ് വേണ്ടാത്ത എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് മറക്കണ്ട. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ബിടെക് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും ITA ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ മെക്കാനിക്കൽ കഴിഞ്ഞവർക്കും ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ ഇപ്പം പ്രൊഫൈൽ ആക്റ്റീവ് ആണ്. സോ നിങ്ങൾക്ക് പ്രൊഫൈലിൽ കയറിയാൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 4 ആണ്. സോ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ അപ്ലൈ ചെയ്യാൻ നോക്കുക. താങ്ക് യു.